മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. ഞാനൊരു നർത്തകനാണ്. പക്ഷേ കലാഭവൻ മണി ആയതിനു ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൈപ്പറ്റിക്കൊണ്ടോ ഞാൻ വളരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം ഞാൻ പണ്ട് കേരളത്തിനെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ ഭരതനാട്യത്തിൽ എനിക്കൊരു തവണ 1998 ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഞാൻ. പക്ഷേ അതിന് പോകാനുള്ള സാമ്പത്തിക ശേഷി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. നീ ഈ മത്സരത്തിനൊന്നും പോകണ്ട, പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആ മത്സരത്തിന് പോവാതെ ആൾ തടഞ്ഞു നിർത്തി. പക്ഷേ എൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ അവസാന നിമിഷമാണ് എനിക്ക് പോകാനുള്ളൊരു അവസരം തന്നത്. അത് പോയി ഞാൻ വിജയിച്ചു വന്നു. അതിനുശേഷം മറ്റൊരു മത്സരത്തിനും കൂടെ ഞാൻ പങ്കെടുത്തു. MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിട്ട് 2001 ഞാൻ മത്സരിച്ച സമയത്ത് ഞാൻ കലാപ്രതിഭയെ തിരഞ്ഞെടുത്തു. ആ സമയം അദ്ദേഹം അവിടെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കോട്ടയത്ത് വന്നിട്ട് അദ്ദേഹം സംസാരിച്ച ആ ഒരു പ്രസംഗത്തിലൂടെയാണ് എനിക്ക് എൻ്റെ സഹോദരനെ തിരിച്ചറിയാൻ സാധിച്ചത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ സഹോദരൻ എന്നോട് ഈഗോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ വളരുന്നതിൽ ചേട്ടന് ഇഷ്ടമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ പ്രസംഗം ഇങ്ങനെയായിരുന്നു: എൻ്റെ സഹോദരൻ എന്തെങ്കിലും ഒരു സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആ സാമ്പത്തികം എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ അവൻ ആ സാമ്പത്തികത്തിൻ്റെ വില മനസ്സിലാക്കിയില്ല. പക്ഷേ അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടോടുകൂടി ആ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് കൂടുതൽ വാശിയും വീറും തോന്നും. അതോടെ അതിന് വിജയം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരനെ മാനസികമായി ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ ഈ കലാമത്സരത്തിലേക്ക് വിട്ടത്. പക്ഷേ ഓരോ ദിവസ പത്രത്തിലും അവൻ്റെ പേര് വന്നപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം അവിടെ നിശബ്ദനായി കരഞ്ഞുകൊണ്ടുള്ളൊരു സഹോദരനെ, അപ്പോഴാണ് ആ കലാകാരൻ എന്നെ വളർത്താനായിട്ട് എടുത്ത ആ ഒരു എഫക്റ്റ് എന്തായെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വയ്യാതെ കാണുന്നത് അമൃത ഹോസ്പിറ്റലിലെ വെന്റിലേഷനിൽ വെച്ചിട്ടാണ്. ആ സമയം എൻ്റെ സഹോദരനോട് എനിക്ക് മിണ്ടുന്നതിനോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയി ഞാൻ ചെവിയിൽ പോയി ഞാൻ വിളിച്ചു, ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന് വന്ന 2 ഇറ്റ് കണ്ണുനീര് അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മായില്ല. നാട്ടിലുള്ള ഓരോരുത്തരെ കുറിച്ചും ഇപ്പൊ തന്നെ രാമകൃഷ്ണൻ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? സത്യത്തിൽ നാട്ടുകാര് മണിയുടെ ആ വാല്യൂ മനസ്സിലാക്കി തന്നെയാണോ മുമ്പോട്ട് പോയിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുണ്ട്? വാല്യൂ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അതിനു മുമ്പ് അവരങ്ങനെ വില കൽപ്പിച്ചില്ല. അത് തന്നെ. എന്തെങ്കിലും അത്ര അനുഭവം അറിയാമോ വിനോദ്? പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സ് മണി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാമകൃഷ്ണൻ പറയുമ്പോഴും ഓരോരുത്തർ പറയുമ്പോഴും നമുക്കറിയാവുന്ന, ഇപ്പോൾ ഡോക്ടറും നേരത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. പക്ഷെ മണി ഒരിക്കലും അത് പുറം ലോകത്തെ അറിയിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മളെപ്പോഴും കാണാം, എന്തെങ്കിലും കൊടുക്കുന്ന ഫോട്ടോ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്നു, അവർക്ക് ടാക്സിന് ഒരുപാട് ഉപകാരം ചെയ്യും, അല്ലെങ്കിൽ നാളെ പത്മശ്രീ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ മണി അങ്ങനെയൊന്നും കാണിക്കാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നു. ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അദ്ദേഹം പറയാറുള്ള കാര്യം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പറ്റിയിട്ടാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹം അനുഭവിച്ച ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. അദ്ദേഹത്തിന്റെ അച്ഛൻ സാധാരണ ഒരു ജോലിക്കാരൻ തന്നെയായിരുന്നു, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാറുള്ള കാര്യം, എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ഒരു അവസ്ഥ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ, ആ അവസ്ഥ മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റത്തില്ലെന്ന് പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കരിമാടിക്കുട്ടൻ എന്ന് പറയുന്ന പടം മണി ചെയ്യുമ്പോൾ ഇത് കണക്ക് എന്നെ ടച്ച് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. കരിമാടിക്കുട്ടൻ കുട്ടനാട്ടിലെ ആർക്കും എന്ത് സഹായവും ചെയ്യുന്ന ചെറുമനാണ്. ചിരിച്ചുകൊണ്ട് ആർക്കു വേണ്ടി എന്ത് കഷ്ടപ്പാടിനും പുള്ളി തയ്യാറാണ്. ഭക്ഷണം മാത്രം മതി. അതായിരുന്നു കരിമാടിക്കുട്ടൻ. ഒരു വലിയ മുതലാളിക്ക് ആസ്മ രോഗം വന്നു, കൊണ്ടുപോകാൻ വാഹനം കിട്ടിയില്ല. അപ്പോൾ ഈ ആസ്മ രോഗി എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കും? എൻ്റെ തോളത്തേക്ക് കയറിക്കൊള്ളാൻ പറയുകയാണ്. ഈ തോളത്ത് കയറിയിട്ട് ഇവൻ ഓടുകയാണ് ഹോസ്പിറ്റലിലോട്ട്. അത്ര ആരോഗ്യമുള്ള ആളാണ് ഇയാൾ. അപ്പം മണിയോട് ഞാൻ പറഞ്ഞപ്പം ആസ്മ കറക്റ്റ് ചെയ്യുന്ന ഒരാളെ തപ്പി വന്നപ്പോൾ ഞങ്ങൾ തന്നെ മാനേജരായിട്ട് അവിടെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സന്തോഷിനെ കിട്ടി. ഇയാൾക്കാണ് 90 കിലോയുണ്ട്. അപ്പോൾ ഇയാളെ കയറ്റിക്കൊണ്ട് പോകാൻ പാടാണ് തോളത്ത്. അയാൾ നല്ലൊരു ആസ്മ പേഷ്യൻ്റായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കും, രസകരമായിട്ട്. മണി പറഞ്ഞ ഒരു കുഴപ്പമില്ല സാറേ, ഞാൻ ചെയ്യാമെന്ന് പറയും. ഞങ്ങളൊരു ഒരു ടെസ്റ്റ് ടേക്ക് എന്നുള്ള നിലയിൽ ഒരു ഷോട്ട് എടുക്കാം, മണിക്ക് പൊക്കാൻ പാടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് മണി ആളെ തോളത്തേറ്റിക്കൊണ്ട് ഓടി ഏതാണ്ട് ഒരു 100 മീറ്റർ ഓടുന്ന ഷോട്ട് എടുത്ത് ഞങ്ങൾ.
എല്ലാവരും അതിശയിച്ചു. അപ്പോഴും മണി ഒരു കഥ പറഞ്ഞു, സാർ ഞാൻ 5ലും 6ലും പഠിക്കുമ്പോൾ തൊട്ട് സാർ ഞാൻ ചുമട്ടുതൊഴിലാളിയാണ് സാർ. ഞങ്ങളുടെ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് കൊണ്ടുകൊണ്ടിരുന്ന അരിയുണ്ട്, അത് ഇറക്കാനായിട്ട് ചുമട്ടുതൊഴിലാളികൾ വയ്ക്കുമായിരുന്നു. ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അത് എടുത്തോളാം, ആ കാശ് എനിക്ക് തന്നാൽ മതി, എൻ്റെ അമ്മയുടെ കൊടുക്കാം. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ മരുന്ന് മേടിക്കാനോ വീട്ടിലത്തെ പട്ടിണി അങ്ങനെ വലിയ കഷ്ടപ്പാടാണ് സാർ. എൻ്റെ സാർ അത് കേട്ടിട്ട് നീ എടുക്കുമോ അരിച്ചാക്കെന്ന് ചോദിച്ചു. ഞാൻ എടുത്തു സാർ. ഞാൻ പിന്നെ ഏതാണ്ട് 3-4 വർഷം സ്കൂളിലെ ഉച്ചക്കഞ്ഞിൽ അരിച്ചാക്കി ഞാനായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭാരമൊന്നും പ്രശ്നമല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി സ്വന്തം കഥ പറയുന്ന ഒരു കലാകാരൻ. മണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ സുഹൃത്തുക്കളെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചൊക്കെ പങ്കുവച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നും പറയാറില്ല. പുള്ളി അങ്ങനെയുള്ളതല്ല. നമുക്കൊരു ഫ്രീ ആയിരിക്കുമ്പോൾ ആള് ഫ്രീ ആയിട്ട് കുറെ നേരം സംസാരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാരുള്ളപ്പോൾ സംസാരിക്കില്ല. ഇപ്പൊ ഇത് ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടന്നൊരു സമയം ഉണ്ടായിരുന്നു. അമൃതയിൽ ICUവിൽ കിടന്ന് എന്നെ കാണാൻ വന്നു പുള്ളി. അപ്പോൾ എൻ്റെ അടുത്ത് കിടന്നൊരു പേഷ്യൻ്റ്, ഒരു പ്രായയാള്, പുള്ളീനെ കണ്ടപ്പോൾ റിക്കവർ ചെയ്തതുപോലെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്ക്. എന്നെ കാണാൻ വന്നതാണ്. അപ്പം അപ്പുറത്തെ പേഷ്യൻ്റ് ഇതുപോലെ ശ്വാസം വലിച്ചിറങ്ങുന്ന ആൾ പുള്ളീനെ കണ്ടപ്പോൾ പെട്ടെന്ന് മണി എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു അനുഭവം എനിക്കുണ്ട്. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞ പോലെ മറ്റുള്ളവരെ വിഷമം ആള് കാണാൻ അങ്ങനെ പറ്റില്ല ആൾക്ക്, ആരുടെ ആയാലും. പിന്നെ ഞങ്ങളുടെ ശക്തിയും എല്ലാം ആളായിരുന്നു. മണിയായിരുന്നു. മണിയില്ലാത്തൊരു ചാലക്കുടിയെ കുറിച്ച് അന്ന് ആശുപത്രിയിൽ വിനോദം ഉണ്ടായിരുന്നു. അവസാനം എന്തെങ്കിലും മണി സംസാരിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ വെന്റിലേറ്ററിലായപ്പോൾ ചെല്ലണേ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാ 3-4 ദിവസം മുമ്പ് ഞാൻ പുള്ളിയായിട്ട് ചെറുതായിട്ട് നിഷ്ഠക്കുറവായിട്ട് പോന്നെ. എന്തിന്? അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിട്ട് ഞങ്ങൾ ഇങ്ങനെ പുള്ളിയും അങ്ങനെ കുട്ടികളും ആളും കുട്ടികളും നമ്മളങ്ങനെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾ. എന്നാലും നമ്മൾ വീണ്ടും പോവാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്കൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കും. ഇപ്പൊ നെൽസൺ പയനാള് ശേഖരാന്ന് വിളിക്കുക വരുമ്പോ തന്നെ. എൻ്റെ ഒരു സുഹൃത്ത് മണീനെ അങ്ങനെ അറിയണ ആളല്ല. മലപ്പുറം സൈഡിലെ ആളുടെ കാറ് ഒന്ന് പതക്കനെ ഒരു ഓട്ടോറിക്ഷ തട്ടി കഴിഞ്ഞാൽ അവർ ഭയങ്കര വാക്ക് തർക്കമായി. ഓട്ടോറിക്ഷക്കാരാണല്ലോ അവർ ചെറിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ എവിടെ നാടെന്ന് വെച്ചാൽ ചാലക്കുടി എന്ന് പറഞ്ഞു. കലാമണിയുടെ നാട്ടുകാരനാണെന്ന് അവർ ചോദിക്കണം. അതേന്ന് പറഞ്ഞു. ആളല്ല, അയൽക്കാരനാന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞു. അപ്പൊ തന്നെ ആളുടെ വണ്ടിക്ക് പറഞ്ഞു വിട്ട് ഒതുക്കി. അപ്പൊ അത്ര പുറത്ത് സ്നേഹമുണ്ട്. പലരും പുറത്ത് മുതലെടുക്കും നാട്ടുകാര്. ഇവിടെ ആളെ ഈ പറഞ്ഞ വരെ ഡൗൺ ആക്കും. ഇന്നിപ്പോ ഞങ്ങക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം, ചാലക്കുടിന്ന് ഞങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, വേറെ ഏത് ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ ചാലക്കുടിയിലാണ് വീടെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് മണിച്ചേട്ടന്റെ നാട്ടുകാരനാണെന്ന് ചോദിക്കുന്നത്. അല്ലാണ്ട് അതിലും വലിയ ആൾക്കാർ അവിടെ ഉണ്ട്, പക്ഷെ അവരെ പേര് ചോദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു നാഥനാണ് പോയാണ്. എന്തോ ഒരു അവസരത്തിൽ ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരാളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇനിയാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് ആൾക്കാരല്ലേ. ആളുടെ കൂടെ ഒരു ഇതാണ് അതിരപ്പള്ളി വരെ ഒരു കല്യാണത്തിന് പോയത് ഞങ്ങൾ പരിഹാരത്ത്. അവിടുന്ന് കുറച്ചുള്ള അതിരിപ്പ ജസ്റ്റ് ഒന്ന് അതിരപ്പള്ളി ഒരു പോകുന്ന അവിടെ അങ്ങനെ പോയി. അപ്പൊ കുറച്ച് ആൾക്കാര് ഇങ്ങനെ ആദിവാസി പിള്ളേരും തോന്നുന്നു ഇങ്ങനെ സേവി കളിച്ചുകൊണ്ടിരിക്കുന്നു. നിർത്തറ വണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു നടപടെ വന്ന ഞായറാഴ്ചയായിരുന്നു, ടൂറിസ്റ്റുകളുടെ ബുദ്ധിമുട്ടാണ്, ഇപ്പൊ എന്തെങ്കിലും അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആ പിള്ളേരോട് സേവി കളിച്ച് എന്നിട്ട് എല്ലാവരും തട്ടി കഴിഞ്ഞിട്ട് ആളുടെ പോക്കറ്റിലുള്ള കാശ് എടുത്ത് പോയി ഭക്ഷണം കഴിക്കടാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് വണ്ടി കയറി ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ചാലക്കുടിയില് സ്കൂള്, ആശുപത്രി, പള്ളി, അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു മതസൗഹാർദ്ദം വല്ലാതെ ഒരു പകർത്തിയ ഒരു മനുഷ്യൻ തന്നെയാണ് മണി അല്ലേ. പെരുന്നാളിനായാലും അമ്പലത്തിന്റെ കാര്യങ്ങളായാലും ആള് ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നു. ആളുടെ സഹായത്തിലായാലും അധികം ആള് നോക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ആള് തീർച്ചയായിട്ടും അവരെ സഹായിച്ചിരുന്നു. വളരെയധികം അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു അവരെ. എന്നിട്ടും കൂടിയും ആളെ ആ പരിപാടിയിൽ പോകുമ്പോഴും ആ പരിപാടിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആളെ മുതലെടുത്ത് ആള് തിരിഞ്ഞു പോകുമ്പോൾ ആളെ പറഞ്ഞിരുന്ന ആൾക്കാരാണ് അത് കൂടുതൽ പേരുണ്ടായിരുന്നത്. വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ആളെ അത്രയധികം മനസ്സിലാക്കിയിരുന്നത്. സതീഷ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു
പാട്ട് അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ അതിൽ ഒരു ചെറിയൊരു അത് ശരിയാവില്ല, അങ്ങനെ ശരിയാവില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മണിക്ക് അത് വിഷമം വരുന്നു. പൊതുവെ വിമർശനം ഭയമുണ്ടായിരുന്നു? വിമർശിക്കണത് പുള്ളിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു പാട്ട് പുള്ളിക്കൊരു പ്രത്യേക റേഞ്ച് ഉണ്ട്. ഏത് പാട്ടും പാടാന്നുള്ളതല്ല പുള്ളി. ഒരു പാട്ട് കൊണ്ടുവന്ന് അതങ്ങോട്ട് പാടാം എന്നുള്ളതല്ല. പുള്ളിയുടെ പ്രത്യേക റേഞ്ച് ഉണ്ട് പുള്ളിക്ക്. അതനുസരിച്ചുള്ള പാട്ടുകൾ ഉണ്ടാകും. ഞങ്ങളത് ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഒരാളൊരു പാട്ട് കൊണ്ടുവന്നാലും നാടൻ പാട്ട് പാടി കേൾപ്പിച്ചാലും അതങ്ങനെ തന്നെ പാടാന്നുള്ളതല്ല. മാറ്റി പുള്ളിയുടേതായ ഒരു റേഞ്ചിലേക്ക് ആക്കിയെടുക്കും. നല്ല പവർഫുള്ളാക്കി, നല്ല ക്ലാരിറ്റി, പ്രത്യേക ഒരു റേഞ്ച് ഉണ്ട് പുള്ളിക്ക്. എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞ ദേഷ്യം വരുമോ? ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ളത് ഞാനും ഈ കബീറുമാണ്. ഞങ്ങളുടെ ഒരു കാരണം വെച്ചാൽ പുള്ളി ഏകദേശം ഒരു 800 പാട്ടിനടുത്ത് പാടിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലിരുന്നു ഞങ്ങളൊക്കെ നന്നായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ദേഷ്യം വരും. പക്ഷെ അത് അപ്പോഴത്തേക്കുള്ളൂ. അപ്പം തന്നെ ഇപ്പം ഞങ്ങൾ നിർബന്ധിച്ചല്ല ചില അത് ഞാൻ പാടിയ ശരിയാവുമോ, എത്ര പോരാ, അത് വേണം, അല്ല മണിയെ ഇത് നന്നായിരിക്കും നിർബന്ധിച്ചവനെ പാടും. പുള്ളി പാടി കഴിയുമ്പോൾ ഭയങ്കര ഹിറ്റാത്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ചിലപ്പം തോന്നാൻ ഇനിയിപ്പോൾ അങ്ങനെയാണോ എന്നുള്ളൊരു. പക്ഷേ പുള്ളി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാട്ടാണ്. ഇപ്പോൾ സിനിമാ നടനായി, വലിയ സിനിമാ നടനായിട്ടും ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ചാണ് വരുന്നത്. സിനിമയിൽ വരുമ്പോഴും ഓഡിയോ കാസറ്റിലും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഒരിക്കലും ആരും അടുത്ത സിനിമ ഏതാണെന്ന് ചോദിക്കാറില്ല, അടുത്ത കാസറ്റ് ഏതാണെന്ന് ചോദിക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ താല്പര്യം പാടാൻ വരിക എന്നുള്ളതാണ്. പുള്ളി എനിക്കിപ്പോഴും ഓർമ്മ, സ്റ്റുഡിയോയിൽ ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഇറങ്ങി ഓടി വരും സ്റ്റുഡിയോയിലേക്ക്. ആ വരവ് സഹിക്കാൻ പറ്റില്ല, ഇപ്പോഴും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഓടി വരുന്ന വരവുണ്ടല്ലോ പാടാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി കുറേയൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയി രാവിലെ വണ്ടി നിർത്തി ഓടി വരും, സ്റ്റെപ്പൊക്കെ കയറി സ്റ്റുഡിയോയിലേക്ക്. ഒരിക്കലും ഇവരൊക്കെ പറഞ്ഞ പോലെ വല്ലാത്തൊരു ബന്ധമായിരുന്നു ഇതിൽ. പക്ഷെ വലിയൊരു നഷ്ടമാണ് നമുക്ക്. ശരിക്കും പുള്ളിയില്ലെങ്കിൽ ഞങ്ങളാരുമില്ല. അതാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ അവസ്ഥ. പ്രസാദ്, ഒരു തരം ഒരു വർണ്ണവിവേചനം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ളൊരു ഒരു രീതിയിൽ പലരും പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ വല്ലതും പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പുള്ളിയുടെ ചില പാട്ടുകളിൽ വളരെ ശക്തമായിട്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ശക്തി ഭയങ്കരമാണ്. കാരണം എത്ര വലിയ ആളാണ് മുമ്പിലിരിക്കുന്നത് നോക്കാതെ താഴത്തേക്ക് ഇറങ്ങി വന്ന് നിന്നിട്ട് അതിന് എതിരായിട്ട് പുള്ളി പാടിയിട്ടുണ്ട്. എന്റെ കൂലത്തെ ഇത്ര താത്തിയതാരാ, എന്റെ കൂലത്തെ ഇത്ര താത്തിയതാരാ, എന്നോട് കളിക്കരുത് എന്റെ ലോകര് കൂട്ടം, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ, എന്നോട് കളിക്കരുത് എന്റെ ലോകര് കൂട്ടം, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ. അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര, അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര, അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര, അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര. ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം. എന്റെ കൂലത്തെ ഇത്ര താത്തിയതാര, എന്റെ കൂലത്തെ ഇത്ര താത്തിയതാര. അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര, അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര, അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര, അത്യന്തോ തെയ്യാരോദക തിന്തിമിതാര. അത് മാത്രമല്ല, പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവർ നേരത്തെ പറഞ്ഞ. അതാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് നമ്മുടെ സംഗീതത്തിൽ കൂടെ നമുക്ക് സമൂഹത്തിനെ പറഞ്ഞ് ശക്തമായിട്ട് അങ്ങനെ പാടിയൊരു പാട്ടുണ്ട്. ആരാരും ആവാത്ത കാലത്തു ഞാൻ ഇന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്തു ഞാൻ ഇന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവും തളർത്തി ഒരോട്ടോ വണ്ടി. എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ് മുഷിഞ്ഞ ജുബയലക്കി, ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് പുറത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും.
തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന്നു മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല.